ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ തിങ്കളാഴ്ച 19/8/2024 24,579 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 70 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 24,648 എന്ന ലെവലിലായിരുന്നു. എന്നാൽ അവിടുന്ന് അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ അറിയാം, 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡിഷ് ക്യാൻഡിലായി ക്ലോസ് ചെയ്തു. ഡൗൺവേർഡ് ആണ് ക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,625 എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 24,685 എന്ന ലെവൽ. കൃത്യമായും ആ ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ഡിക്ലൈൻ ആണ് കാണിച്ചത്. ആ ഏരിയയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുന്നത് കണ്ടു. എന്നാൽ പ്രൈസ് അപ്വേർഡ് പോയെങ്കിലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,754 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യാതെ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ വന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,685 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ അടുത്ത ഒരു ട്രേഡ് എൻട്രി ചെയ്യാൻ കഴിയുന്നതായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ലെവൽ കൊടുക്കാവുന്നതായിരുന്നു ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. ജസ്റ്റ് അത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നല്ല കൺസോളിഡേഷൻ ആയിരുന്നു സംഭവിച്ചത്. എന്നാൽ പ്രൈസ് ഒരു കാരണവശാലും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്ന കാണാനില്ലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചവർക്ക് ഇതൊരു സെല്ലിംഗ് ചാൻസ് ആയേക്കാം, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചേക്കാം എന്ന് തോന്നിയവർക്ക് തീർച്ചയായും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ടാർഗറ്റും ലഭിക്കാവുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ടാർഗറ്റുകളിലോട്ട് അത് എത്തിയിരുന്നുമില്ല. ഈ ഏരിയയിൽ നിന്നും തുടർച്ചയായ ഒരു കൺസോൾട്ടേഷൻ അപ്പ് ആൻഡ് ഡൗൺ മൂവ് മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ അത്രയും വിജിലന്റ് ആയി ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അല്ലാതെ ഈ മൂവ്മെന്റ് കാണുന്നവർ കഴിവതും വേഗത്തിൽ ട്രേഡിൽ നിന്നും സ്റ്റോപ്പ് ചെയ്ത്, ട്രേഡിംഗ് അറിയാവുന്നവർ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് പിന്മാറാനായിരുന്നു സാധ്യത അധികവും. ഓക്കെ, അപ്പോൾ ഇന്ന് നൽകിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു 127 പോയിന്റിന്റെ മൂവ്മെന്റ് ആകെ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,665 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,827 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവ രണ്ടും ഞാൻ തിക്ക് ബ്ലൂ ലൈനിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിലുള്ള ചില ലെവലുകൾ ഇന്നത്തെ ഡേയ്സ് ഹൈ, അതുപോലെ ഈ ലെവൽ ഇവിടെ 24,789 എന്നിവയെല്ലാം മൈനർ റെസിസ്റ്റൻസുകളായിട്ടാണ് ഞാൻ കണക്കാക്കാറ്. അപ്പോൾ ഈ ഏരിയയിൽ ഇന്ന് ക്ലോസ് ചെയ്ത ഈ ഏരിയയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്, 24,734 എന്ന ലെവലാണ്. അങ്ങനെ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 24,789 827 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ 24,727 മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു 1 അവർ ക്യാൻഡിലെങ്കിൽ തുടർന്ന് ഈ ലെവലുകളിലോട്ടും 24,855 897 എന്നിവയാണ് ഞാൻ തുടർന്നുള്ള റെസിസ്റ്റൻസ് ലെവലുകളായി കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ രേഖപ്പെടുത്തിയ 24,665 എന്ന് പറയുന്ന തിക്ക് ബ്ലൂ ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുക എന്നത് തന്നെയാണ്.
അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് ഈ ലെവലിന് താഴെയൊക്കെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഓരോ അപ്പ് മൂവ് കിട്ടുമ്പോഴും സെല്ല് ചെയ്ത് അതിന് മുകളിലുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും നമുക്ക് ഒരു ഡൗൺ സൈഡിലോട്ട് കിട്ടാവുന്ന ടാർഗറ്റുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 24,606, 543, 521, 473, 444, 404 എന്നിങ്ങനെയുള്ള ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 50,685 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 51,456 ആണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നും 51,185, 308, 456, 611 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 50,591 എന്ന ലെവലിനൊക്കെ താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾ കാണാമെന്ന് കരുതുന്നു. പതിവ് പോലെ 50,362 എന്ന് പറയുന്ന ലെവലൊക്കെ ഞാൻ തിക്ക് ബ്ലൂ ലൈനിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കുറച്ച് സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം. അപ്പോൾ ലഭിക്കാവുന്ന സപ്പോർട്ടുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്താൻ പരിശ്രമിക്കുക. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 80,700 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് മുകളിലോട്ട് ഇന്നത്തെ ഡേയ്സ് ഹൈ ഞാൻ ഒരു റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. 81,712 എന്ന ലെവൽ വരെ തുടർന്ന് ഈ ലെവലിന് മുകളിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ ലഭിച്ചേക്കാം ഗ്രാജുവലി, നാളെ തന്നെ എന്നല്ല, അങ്ങനെ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇന്ന് ക്ലോസ് ചെയ്ത ഈ റേഞ്ചിനുള്ളിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 81,096 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകളെല്ലാം ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യാൻ കഴിയും.
അപ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകളെല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 80,711 എന്ന ലെവലിന് താഴെ 700 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നിന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 80,588 518 എന്ന ലെവലിനൊക്കെ താഴോട്ട് ഒരു പ്രൈസ് വരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം കൂടുതൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 80,330, 80,094, 79,943, 79,695, 79,536 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇവിടെ ഈ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയതെല്ലാം അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായാണ് ഞാൻ കണക്കാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ലെവലുകളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാനാണിത്. ഇത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ആവശ്യത്തിലേക്ക് തന്നെ തയ്യാറാക്കുന്നതാണ്. ഞാനൊരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് ഒന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്കും ഗുണകരമാകുന്നുവെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സഹ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ സന്മനസ് കാണിക്കുക. സ്ഥിരമായി കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നാളെയും നല്ല മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.